രാമേന്ദ്ര, ബംഗാളിലെ മമതയെ ദുർബലപ്പെടുത്താനും അതുപോലെ തന്നെ BJP യെ ശക്തിപ്പെടുത്താനും ഒരു പുതിയ അവതാരം വന്നിരിക്കുകയാണ്. ഹുമയൂൺ കബീർ അദ്ദേഹമാണ് അവിടെ ബാബറി മസ്ജിദ് നിർമ്മിക്കാനായിട്ട് അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇന്നലെ പണി തുടങ്ങി ബാബറി മസ്ജിദ്. അപ്പോൾ അതേ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഒവൈസിയെ പോലെ ബംഗാളിൽ മറ്റൊരു രൂപം. ഒവൈസി ഇന്ത്യയിൽ എല്ലായിടത്തും സഹായിച്ചിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ BJP ആണ്. ബംഗാളിൽ അതേപോലെ തന്നെ BJP യെ സഹായിക്കുന്നതിന് വേണ്ടി പുതിയൊരു അവതാരമായിട്ട് ഇദ്ദേഹം വരികയാണ്. എന്തായിരിക്കും ഇതുകൊണ്ട് മമതയ്ക്കും അതുപോലെ തന്നെ BJP ക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത്? രണ്ടുപേർക്കും എഫക്റ്റ് ഉണ്ടാകുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇത് മുർഷിദാബാദ് മുസ്ലിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളാണ്. മുർഷിദാബാദിൽ നിന്നുള്ള ആളാണ് ഈ ഹുമയൂൺ കബീർ. അയാൾ ബെൽദങ്ങ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഈ ബാബറി മസ്ജിദിൻ്റെ പണി തുടങ്ങിയിരിക്കുന്നത്. 2 വർഷം കൊണ്ടാണ് പണി തീർക്കുന്നത്. 50 കോടി 55 കോടി ചിലവാകുമെന്നാണ് അയാൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം 235 കിലോമീറ്റർ ബാബ്രി യാത്ര എന്ന് പറഞ്ഞ്, ഇവിടെ യുഗയാത്രയൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒരു ബാബ്രി യാത്ര ഇയാള് ഹുമയൂൺ കബീർ പ്ലാൻ ചെയ്തിരുന്നു. അവിടെ ഈ കുട്ടികളുടെ പരീക്ഷ ആയതുകൊണ്ട് ഇതിപ്പോ മാറ്റിവെച്ചിരിക്കുകയാണെന്ന് അയാൾ ഇന്നലെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു കുട്ടികളുടെ പരീക്ഷയാണ്, താൻ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ 235 കിലോമീറ്റർ യാത്ര പിരിവൊക്കെ ഉദ്ദേശിച്ചിട്ട് ചെയ്തതാണ്. എന്തായാലും ഈ അയോധ്യയിലെ മസ്ജിദിന്, അതിൻ്റെ പേര് ബാബറി മസ്ജിദ് എന്നല്ല, അപ്പോൾ അവിടെ പൊളിച്ചത് ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇയാളുടെ ഉദ്ദേശം. അവിടെ ഇത് എങ്ങനെയാണ്, ഇത് തൃണമൂലിൻ്റെ തന്നെ ബി ടീമാണ് എന്ന് BJP-ക്കാർ ആരോപിക്കുന്നുണ്ട്. അല്ല, ഇത് BJP-യുടെ ബി ടീമാണെന്ന് തൃണമൂലും ആരോപിക്കുന്നുണ്ട്. തൃണമൂലിൻ്റെ ബി ടീമാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്താന്ന് വെച്ചാൽ ഇയാളെ പുറത്താക്കി ഇതിൽ നിന്ന്. അല്ല, മമത പുറത്താക്കിയ ഒരാളാണല്ലേ. മമത ഇയാളെ പുറത്താക്കിയെന്ന് മാത്രമല്ല, ഇയാൾ ഈ ബാബറി മസ്ജിദിന് കല്ലിട്ടതിൻ്റെ പിന്നാലെ ഇയാളുടെ 10 കോടി രൂപയുടെ സ്വത്ത് അവിടെ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇയാൾ മമതയുടെ ബി ടീമാണെങ്കിൽ മമതയുടെ പോലീസ് പോയി ഇയാളുടെ 10 കോടി രൂപയുടെ സ്വത്ത് പിടിച്ചെടുക്കില്ല. അതെങ്ങനെയെങ്കിലും സംരക്ഷിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുള്ളൂ. ഇനി ഇയാളിപ്പോൾ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ജനതാ ഉന്നയൻ പാർട്ടി, JUP, ജനതാ ഉന്നയൻ പാർട്ടി, ജനങ്ങളെ ഉദ്ധരിക്കാനുള്ള പാർട്ടി, JUP. അപ്പോൾ ഇത് എങ്ങനെയാണ് അവിടെ പെരുമാറുന്നത്? ഇപ്പോൾ ബീഹാറിലെ സീമാഞ്ചൽ ഭാഗത്ത് 5 സീറ്റും മുമ്പും നേടി, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നേടിയ ആരോ ഒവൈസിയുടെ പാർട്ടി, അത് BJP-ക്കാണ് ഗുണം ചെയ്യുന്നത്. അപ്പോൾ കാരണം മറ്റേ ഇന്ത്യ മുന്നണിയുടെ മുസ്ലിം വോട്ടൊക്കെ അങ്ങോട്ട് പോവാണല്ലോ എന്ന് പറയുന്നത് പോലെ ഇയാള് മുസ്ലിങ്ങൾ മുമ്പ് CAA കാരണം, ഇത്തവണ വേണമെങ്കിൽ SIR കാരണമൊക്കെ മമതയുടെ കൂടെ നിൽക്കാം മുസ്ലിങ്ങൾക്ക്. പക്ഷെ മമത ഇപ്പോൾ ശകലം ഈ സോഫ്റ്റ് ഹിന്ദുത്വ, മൃദു ഹിന്ദുത്വ അവിടെ പയറ്റുന്നുണ്ട്. ഈ മുസ്ലിം വോട്ട് പോകുമോ ഹുമയൂൺ കബീർ എന്ന് പേടിച്ചിട്ട് തന്നെ അവരവിടെ ഒരു പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കി. ഇനി അവിടെ ഒരു രാമക്ഷേത്രം പണിയുന്നുണ്ട് അവർ, ബദല് വേറെ ഒരു ക്ഷേത്രം കൂടി. 3 ക്ഷേത്രങ്ങൾ മമത തന്നെ സ്വന്തം നിലയ്ക്ക് അവിടെ പണിയുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു മോസ്ക് മാത്രമല്ല ഇയാൾ പണിയുന്നത്. അപ്പോൾ അവർ സോഫ്റ്റ് ഹിന്ദുത്വത്തിലേക്ക് തിരിഞ്ഞപ്പം മുസ്ലിം വോട്ട് അവരിൽ നിന്ന് അകന്നു പോകാം. ആ മുസ്ലിം വോട്ട് മുഴുവൻ ഇയാൾ പിടിച്ചാൽ BJP-ക്ക് ഗുണമുണ്ടാവില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനത്തെ ഒരു പോസിബിലിറ്റി അത് വെച്ച് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഹുമയൂൺ കബീർ BJP-യുടെ ബി ടീം പോലെ ആയിരിക്കും പ്രവർത്തിക്കുക എന്ന് നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം വിലയിരുത്തേണ്ടി വരും. അതങ്ങനെ വരും അങ്ങനെയാണെങ്കിൽ. പക്ഷേ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ സീമാഞ്ചൽ എന്ന് പറയുന്നത് ഒരുമിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണല്ലോ ബീഹാറിൽ. അവിടെ ഒവൈസിക്ക് എളുപ്പം പണിയാൻ പറ്റി. പക്ഷെ ബംഗാളിൽ ഇത് പല സ്ഥലത്തായിട്ട് പടർന്ന് കിടക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല, മുസ്ലിം കോൺസെൻട്രേഷനുള്ള മേഖലകൾ ഉണ്ട് അവിടെ. അതിലേക്ക് അത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. 112 സീറ്റുകളിൽ അവിടെ മുസ്ലിം സ്വാധീനമുണ്ട്. ആ 112 മുസ്ലിം സ്വാധീന സീറ്റുകളിൽ കഴിഞ്ഞ തവണ 106 എണ്ണവും
തൃണമൂലിന് കിട്ടി. ആ 106 തുള വീഴാൻ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ 2025 ഡിസംബർ 6 ഈ ബാബറി മസ്ജിദിന് ഹുമയൂൺ കബീർ കല്ലിട്ടിരിക്കുന്നത്. ഡിസംബർ 6 തന്നെ കല്ലിട്ടു. ഇന്നലെ പണി തുടങ്ങി മുർഷിദാബാദിൽ. അപ്പോൾ ഇയാൾക്ക് മയക്കുമരുന്ന് ആയിട്ടൊക്കെ ബന്ധമുണ്ട്. മയക്കുമരുന്ന് കേസിൽ ഇയാളെ പെടുത്തിയിട്ടാണ് 10 കോടി രൂപയുടെ സ്വത്ത് ഇപ്പം മമത ഇയാളുടെ കണ്ടുകിട്ടിയിരിക്കുന്നത് പോലീസ്. അപ്പോൾ അവിടെ 27% മുതൽ 30% വരെ മൊത്തം ജനസംഖ്യയിലെ ഈ മുസ്ലിങ്ങൾ ഒക്കെ ഉണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ ആളുകളും ഒക്കെ ഉണ്ട്. മാൾഡ, മുർഷിദാബാദ്, ഉത്തർ ദിനാജ്പൂർ ജില്ല, 3 ജില്ലകൾ. മാൾഡ, മുർഷിദാബാദ്, ഉത്തർ ദിനാജ്പൂർ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളാണ്. ഇത് മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ തൃണമൂലിന് അടി കിട്ടാമല്ലോ. ഇതുകൊണ്ട് ആ 3 ജില്ലകളിൽ 50% മുകളിലാണ് മുസ്ലിം ജനസംഖ്യ. അതാണ് ആ 3 ജില്ലകളുടെ പ്രത്യേകത. പിന്നെ സൗത്ത് 24 പർഗാനാസ്, ബിർഭൂം, ഈ 2 ജില്ലകളിൽ 35% മേൽ ആണ് മുസ്ലിം ഭൂരിപക്ഷം. 35% മേൽ മുസ്ലിങ്ങൾ ഉണ്ട്. അപ്പോൾ 5 ജില്ലയായില്ലേ? അപ്പോൾ ഈ 5 ജില്ലകളിലും മുസ്ലിങ്ങൾക്ക് നല്ല സ്വാധീനം ചെലുത്താൻ പറ്റുകയും ഗവൺമെന്റ് മാറ്റുകയോ കൊണ്ടുവരികയൊക്കെ ചെയ്യാൻ അവർക്ക് പറ്റും. അതാണ് 89 സീറ്റ് മൊത്തം. ബംഗാളിലെ 89 സീറ്റിൽ 30% മേൽ മുസ്ലിങ്ങൾ ഉള്ള സ്ഥലങ്ങളാണ്. 112 സീറ്റിൽ 25% മുസ്ലിങ്ങൾ ഉള്ളതാണ്. ഇങ്ങനെ ആണ് അതിൻ്റെ ഒരു കിടപ്പ്. അപ്പോൾ ആ 89 സീറ്റിൽ 2021 30% മേൽ മുസ്ലിങ്ങളുള്ള 89 സീറ്റിലും തൃണമൂൽ ആണ് മുന്നിട്ട് നിന്നത്. ഒരു സ്ഥലത്ത് മാത്രമേ BJPക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ ഈ 112 സീറ്റിൽ മുസ്ലിം, അതിൽ തൃണമൂൽ 106 സീറ്റ് നേടിയിരുന്നു. BJPക്ക് 5 സീറ്റിൽ മാത്രമേ 5 എണ്ണം മാത്രമേ BJPക്ക് കിട്ടിയുള്ളൂ. അതിലൊക്കെ വ്യത്യാസം വരുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 30% മുസ്ലിങ്ങൾ ഉള്ള മണ്ഡലത്തിൽ BJPക്ക് ഒറ്റ സീറ്റ് മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എൻ ബ്ലോക്ക് തൃണമൂലിൻ്റെ കൂടെ ആയിരുന്നു എന്നുള്ളതാണ്. 2021 75% മുസ്ലിങ്ങളും തൃണമൂലിൻ്റെ കൂടെ ആയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 83% മുസ്ലിങ്ങളും തൃണമൂലിൻ്റെ കൂടെ ആയിരുന്നു. ഇലക്ഷൻ ഡാറ്റയാണ് ഈ പറയുന്നത്. അത് CAA തുടങ്ങിയ പ്രശ്നങ്ങൾ കത്തിച്ചിട്ടാണ്. ഇപ്പൊ SIR കത്തിക്കുന്നുണ്ടല്ലോ. ഒരു സുപ്രീം കോടതിയിൽ വന്നിട്ട് പൊട്ടവാദാണെങ്കിലും ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അവിടെ ചെന്നല്ലോ. അപ്പൊ 10% മാത്രം മുസ്ലിമുള്ള സീറ്റുകളുണ്ടല്ലോ. അവിടെ BJP 42% ആയിരുന്നു സ്ട്രൈക്ക് റേറ്റ്. എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുള്ള സ്ഥലത്തൊക്കെ BJP മുന്നേറിയിട്ടുണ്ട് കഴിഞ്ഞ തവണ. ഈ മുസ്ലിം ഭൂരിപക്ഷം സ്വാധീനമുള്ള സീറ്റുകളാണ് BJPക്ക് ബാലികേറ മല. അവിടെ ആ കോട്ട ഭേദിച്ചാൽ മാത്രമേ അവിടെ BJP രക്ഷപ്പെടുള്ളൂ. അപ്പോൾ ആകെ 294 സീറ്റാണ് അവിടെ. അപ്പോൾ 148 സീറ്റ് ഭൂരിപക്ഷത്തിന് വേണം. 112 മുസ്ലിം സ്വാധീന സീറ്റിൽ 106 ഓൾറെഡി TMCയുടെ കയ്യിലാണല്ലോ. 182 അപ്പോൾ സീറ്റുകളിൽ 182 സീറ്റുകളിൽ ഭൂരിപക്ഷത്തിന് ഒരു 42 സീറ്റും കൂടിയൊക്കെ അവിടുന്ന് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ കേവല ഭൂരിപക്ഷം അവർക്ക് കിട്ടും. അതിൽ 109 2021 അവർക്കാണ് പോയത്, TMCക്ക്. അപ്പോൾ അവർക്ക് ആകെ 215 സീറ്റ് കിട്ടി TMCക്ക്. BJPക്ക് 72 ഹിന്ദു ഭൂരിപക്ഷ സീറ്റുകൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് 2021. അപ്പോൾ ഇയാൾ ഹുമയൂൺ കബീർ ഇപ്പോൾ ഈ ജനതാ ഉന്നയൻ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്ന
ഹുമയൂൺ കബീർ. ബാബ്രി മസ്ജിദ് ഇന്നലെ പണി തുടങ്ങിയ ഹുമയൂൺ കബീർ ഭരത്പൂറിൽ നിന്നുള്ള MLA ആണ്, മുർഷിദാബാദ്. 2019 ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ഇയാൾ BJP ടിക്കറ്റിൽ മത്സരിച്ചിരുന്നു. അതെ, അപ്പൊ പിന്നെ വളരെ കൃത്യമായിട്ട് BJPയുടെ B ടീം ആവാല അല്ലേ. എന്നിട്ട് ഇയാൾ തൃണമൂലിലേക്ക് മടങ്ങിയെത്തിയിട്ടാണ് ഈ പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ BJPക്ക് ബന്ധമുള്ള ഒരാൾ തന്നെയാണ്. വേണമെങ്കിൽ BJPയുടെ ഒരു ഓപ്പറേഷൻ ആകാം ഈ എന്താണ് പശ്ചിമ ബംഗാളിലെ ഇപ്പൊ പുതുതായിട്ട് പണിയുന്നതായിട്ടുള്ള ആ മന്ദിരം, അതതിൻ്റെ ഒരു ഓപ്പറേഷൻ കൂടി ആയിക്കൂടെ ആണെങ്കിൽ? അത് ഞാൻ പറയണോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്. ഈ ബാബറി മസ്ജിദിന് കല്ലിടുമ്പോ തന്നെ തടയായിരുന്നില്ലേ? അല്ലെങ്കിൽ ഇന്നലെ പണി തുടങ്ങുമ്പോ തടയായിരുന്നില്ലേ? മതസ്പർദ്ധ പറഞ്ഞിട്ട് തടഞ്ഞിട്ടില്ലല്ലോ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ വോട്ട് വൈബിൻ്റെ ഒരു സർവേ ഉണ്ടായിരുന്നു. അതിൽ തൃണമൂലിൻ്റെ 16% വോട്ട് ഹുമയൂൺ കബീർ പിടിക്കും എന്ന സർവേയിൽ കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വിജയ് 19% വോട്ട് പിടിച്ചിട്ട് DMK തോറ്റു എന്നുള്ള ഒരു സർവേ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ 16% വോട്ട് തൃണമൂലിൻ്റെ കബീർ പിടിക്കും എന്ന് പറഞ്ഞാൽ അത് 16% എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അത് കൂടുതലാവുമല്ലോ. 30% 40% ഒക്കെ ആകാമല്ലോ. ബംഗാളിലാണല്ലോ ഈ 16% എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് മറ്റേ തൃണമൂലിൻ്റെതായിരിക്കും ഈ 34% അതിൽ എന്നും പറയുന്നുണ്ട്. അപ്പോൾ AIMIM ബീഹാറിൽ ചെയ്തതുപോലെ ഹുമയൂൺ കബീർ ബംഗാളിൽ ചെയ്തേക്കാം എന്ന് പറയുന്നു. 4 ജില്ലകളിൽ മുസ്ലിങ്ങൾ. തൃണമൂലിൻ്റെ മുസ്ലിം ബേസിൽ 26% നഷ്ടപ്പെടും എന്നാണ് സർവേയിൽ പറയുന്നത്. ഇയാൾ കാരണം മുസ്ലിം ഭൂരിപക്ഷം 30% താഴെയുള്ള 209 സീറ്റിൽ 148 BJP പിടിച്ചാൽ BJP ജയിക്കും. എന്ന് പറഞ്ഞാൽ 72% സീറ്റ്. അത് നടക്കുമോ? BJP പിടിക്കണം എന്ന് മാത്രമല്ല നമ്മൾ പറയാ, ഇയാൾ പിടിച്ചുകൊണ്ട് പോയാലും മതിയല്ലോ. കുറെ സീറ്റ്. എന്തായാലും ഇത് ഇയാളുടെ സാന്നിധ്യം വളരെ നിർണായകം തന്നെയാണ്. മുമ്പത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചിട്ട് വലിയ വ്യത്യാസമാണ് ഹുമയൂൺ കബീർ അവിടെ വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ വിജയ് വന്നതുപോലെ അല്ലെങ്കിൽ ബീഹാറിൽ ഒവൈസി വന്നതുപോലെ ഒക്കെ ഹുമയൂൺ കബീർ ഒരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രം. അതെ, പുതിയ ഒരു ഒവൈസിയെ നമുക്ക് ബംഗാളിൽ കാണാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.